കൊച്ചിയിലേക്ക് പോകുമ്പോൾ കൊച്ചിയിൽ അവിടെ UDF നേടിയിട്ടുള്ളത് ആധികാരികമായ വിജയമാണ്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ നല്ല മുന്നേറ്റം നടത്താൻ സാധിച്ചിരുന്നു. കൊച്ചിയിൽ വ്യാവസായിക തലസ്ഥാനം തിരിച്ചു പിടിക്കുക എന്നത് അത്ര ചെറിയ കാര്യമൊന്നുമില്ല. അവിടെ ഇതാ ആജ്ഞയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരാൻ പോകുന്നത്. അവിടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത് ഈ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വിജയിച്ചു വന്നു എന്നുള്ളതാണ്. പക്ഷേ കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ അതായിരുന്നില്ല സാഹചര്യം. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ചില സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ശബരിനാഥ് മേയർ സ്ഥാനാർത്ഥിയായിരുന്നു തിരുവനന്തപുരത്ത്. പക്ഷേ ശബരിനാഥ് വിജയിച്ചുവെങ്കിലും അവിടെ മേയറാകാൻ സൗകര്യം ഒരുങ്ങുന്നില്ല. കോഴിക്കോട് മേയർ സ്ഥാനാർത്ഥി തന്നെ പരാജയപ്പെട്ടു പോകുന്നു. അവിടെയും മത്സരിക്കും ഇത്തവണ മേയർ സ്ഥാനത്തേക്ക് എന്ന് പറയുമ്പോഴും മെജോറിറ്റി LDF-നാണ്. അതേസമയം ഒരാശങ്കയ്ക്കും ഇടമില്ലാത്ത ഒരിടം എന്ന് പറയാവുന്നത് കൊച്ചി തന്നെയാണ്. പക്ഷേ ആജ്ഞ ഈ കൊച്ചിയുടെ പ്രത്യേകത, അവിടെ മേയർ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ദീപ്തി മേരി വർഗീസിൻ്റെ പേരുണ്ടായിരുന്നു, ഷൈനിയുടെ ഉണ്ടായിരുന്നു, മിനിമോളിൻ്റെ ഉണ്ടായിരുന്നു. ഇവരെല്ലാം ജയിച്ചു കയറി എന്നത് ഇപ്പോൾ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം? തീർച്ചയായിട്ടും അഭിലാഷ്, പ്രത്യേകിച്ചും ഒരു പ്രയോറിറ്റി എന്നുള്ള നിലയിൽ പരിഗണിക്കുകയാണെങ്കിൽ ദീപ്തി മേരി വർഗീസിനുള്ള സാധ്യത ഏറെയാണ്. പ്രത്യേകിച്ചും ദീപ്തി മേരി വർഗീസ് KPCC ജനറൽ സെക്രട്ടറിയാണ്. അതുപോലെ സംസ്ഥാന നേതാക്കളും മുന്നോട്ട് വയ്ക്കുന്ന ഒരു പേരും ദീപ്തി മേരി വർഗീസിൻ്റെതാണ്. അതേസമയം VK മിനിമോളും ഫോർട്ട് കൊച്ചിയിൽ നിന്നും ഷൈനി മാത്യുവും ജയിച്ചിരുന്നു. ഇവർ 3 പേരെയാണ് മേയർ സ്ഥാനാർത്ഥികളായി നേരത്തെ പരിഗണിച്ചിരുന്നത്. ഈ 3 പേരും ഒന്നിച്ച് ജയിച്ചു വന്നാൽ UDF-നെയും കോൺഗ്രസിനെ അങ്ങേറ്റം പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും VK മിനിമോളും അതുപോലെ ദീപ്തി മേരി വർഗീസും ഒരേ ഇടവകയിലുള്ളത് കൊണ്ട് തന്നെ അതിനകത്ത് സാമുദായിക സമവാക്യങ്ങൾ അങ്ങനെ അങ്ങോട്ട് ആപ്ലിക്കബിൾ ആകുമെന്ന് തോന്നുന്നില്ല. അതേസമയം ഷൈനി മാത്യു അത്തരത്തിൽ സാമുദായിക നേതാക്കൾ വഴിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ ഈ ഒരേ ഇടവകയിലാണെങ്കിൽ പോലും ഇവരും വിവിധ നേതാക്കളുമായി ചേർന്ന് അല്ലെങ്കിൽ വിവിധ നേതാക്കളെയൊക്കെ കണ്ട് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ, മേയർ സ്ഥാനം ഉറപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ 2 പേരും, അതായത് ദീപ്തി മേരി വർഗീസ് KPCC ജനറൽ സെക്രട്ടറിയാണ്, അതുപോലെ തന്നെ ഈ VK മിനിമോള് മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയാണ്. ഈ 2 പേരും കോൺഗ്രസിന് വേണ്ടപ്പെട്ട ആളുകളാണ്. എന്നിരുന്നാലും ഒരു പ്രയോറിറ്റി എന്നുള്ള നിലയിലും അതുപോലെ ഈ പാർട്ടിയിലെ സീനിയർ സ്ഥാനം എന്നുള്ള നിലയിലും ദീപ്തി മേരി വർഗീസിനുള്ള സാധ്യത ഏറെയാണ്. ആ ഒരു സാധ്യത കൂടി നിലനിൽക്കുമ്പോഴും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കുള്ള ഒരു ടൈറ്റ് മത്സരമാണ്. മേയർ സ്ഥാനത്തേക്ക് വനിതാ സംവരണമാണെന്ന് ഉള്ള കാര്യം നമുക്കറിയാം. അതേസമയം അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ കൊച്ചിയിലൊരു അസാധ്യ മുന്നേറ്റമായിരുന്നു കോൺഗ്രസ് ഉണ്ടാക്കിയത്. പ്രത്യേകിച്ചും LDF-ൻ്റെ കയ്യിൽ നിന്നും കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് പോയത്. അതുകൊണ്ട് തന്നെ ഇത്ര വലിയൊരു മുന്നേറ്റത്തിൽ തന്നെയും ഈ മേയർ സ്ഥാനാർത്ഥിത്വം ഇത്തരത്തിലൊരു വലിയ ചർച്ചയാക്കുമ്പോഴും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ഈ പറയുന്നത് പോലെ സാമുദായിക സമവാക്യങ്ങളാണ് അതിൽ ആപ്ലിക്കബിൾ ആവുക എന്നാണ് മനസ്സിലാക്കി വരുന്നത്. ഇത് KVP കൃഷ്ണകുമാർ, ദീപക് ജോയ്, VR സുധീർ എന്നീ പേരുകൾക്കാണ് മുൻഗണനയുള്ളത്. അതേസമയം മുസ്ലിം ലീഗും ഈ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി എന്നുള്ള മേയർ സ്ഥാനത്തേക്ക് ശ്രമിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർക്ക് 3 സീറ്റാണ് നിലവിലുള്ളത്. എന്നിരുന്നാലും അതിനൊരു സാധ്യത കുറവുണ്ട്. എന്നിരുന്നാലും ഒരു പക്ഷേ UDF എന്നുള്ള നിലയിൽ കോൺഗ്രസ് UDF-ലേക്കുള്ള ഘടകകക്ഷി എന്നുള്ള നിലയിലുള്ള ഒരു അനുനയ നീക്കം കൂടി മുസ്ലിം ലീഗിനോട് ഉണ്ടാക്കുമെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു കാൻഡിഡേറ്റ് മേയർ സ്ഥാനാർത്ഥി ഡെപ്യൂട്ടി മേയർ ആകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 21-ന് സത്യപ്രതിജ്ഞ നടക്കുന്നതിന് മുൻപ് തന്നെ, കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ 21-നാണ് നടക്കുന്നത്. അതിന് മുൻപ് തന്നെ ഈ മേയർ ആരാണ് എന്നുള്ള കാര്യത്തിലും ഡെപ്യൂട്ടി മേയർ ആരാണ് എന്നുള്ള കാര്യത്തിലും ആക്കണം എന്നുള്ള നീക്കത്തിലാണ് DCC ഉള്ളത്. KPCC പറഞ്ഞ പോലെ മേയർ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ദീപ്തി മേരി വർഗീസിൻ്റെ പേരാണ് മുന്നോട്ട് വയ്ക്കുന്നതെങ്കിലും ജില്ലയിലെ ഒരു രാഷ്ട്രീയ സമവാക്യം നോക്കുന്നത് കൂടി ആകുമ്പോഴാണ് DCC ഇത്ര അധികം ഒരു ക്രൈസിസിലേക്ക് പോകുന്നത്. പ്രത്യേകിച്ചും UDF-ഉം DCC-യും 3 പേരും 3 മേയർ സ്ഥാനാർത്ഥികളായുള്ള ആളുകളും അങ്ങനെ സജസ്റ്റ് ചെയ്യുന്ന 3 പേരും വിജയിച്ചു വന്നത് ഇവർക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ മുൻതൂക്കം ലഭിക്കുക എന്നുള്ളത് ഒരു നിലവിലത്തെ ഒരു കണക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നിലവിലത്തെ ഒരു അന്തരീക്ഷം നോക്കുമ്പോൾ ദീപ്തി മേരി വർഗീസിനാണ്. പിന്നീട് VK മിനിമോളും അതുപോലെ ഷൈനി മാത്യുവും തൊട്ട് പിന്നാലെ തന്നെയുണ്ട്. അവരവരുടേതായ രീതിയിൽ ഉള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കും മേയറെ തീരുമാനിക്കുന്നതിലും വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് UDF കൊച്ചി കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നേരിടുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അഭിലാഷ്, യെസ്, അതാണ് ഈ UDF-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാറുള്ള ഒരു പ്രതിസന്ധി ഇത് തന്നെയാണ്. അവർ ചിലപ്പോൾ ഒക്കെ ഭിന്നിച്ച് നിൽക്കാറുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്നത് കൊച്ചിയിൽ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ച് രംഗത്തിറങ്ങി അതിന് ചില പ്രതിസന്ധികളുണ്ടായി, വിമത ശല്യമടക്കമുണ്ടായി. വോട്ടെണ്ണലിൻ്റെ ഒരു ഘട്ടത്തിൽ ഈ വിമതർ തിരിച്ചടിയാകുമോ എന്ന് സംശയിച്ചിരുന്നതാണ്. പക്ഷേ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴേക്കും അത് മാറുകയും അവർ മികച്ച വിജയമാണ് കൈവരിക്കുകയും ചെയ്തത്. ഇനിയിപ്പോൾ തർക്കം ഈ മേയർ ആര് എന്നത് സംബന്ധിച്ചാകും. ഒരു പക്ഷേ
അങ്ങനെ വലിയ തർക്കത്തിലേക്കൊക്കെ പോകാതെ അത് പരിഹരിക്കപ്പെടുവാനുള്ള സാധ്യതയും മുന്നിൽ ഉണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിലെ സാഹചര്യം മറിച്ചാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ മറ്റ് കോർപ്പറേഷനുകളെല്ലാം കൈവിട്ടപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ മാത്രമാണ് ഇടതു മുന്നണിയോട് ഒപ്പം നിന്നത്. അതാകട്ടെ ചെറിയ മെജോറിറ്റിയാണ് അവർക്ക് നിലവിൽ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആരാകും മേയർ അത് നാളെ അറിയാം എന്നുള്ളതാണ് വിവരം. അതിലേക്ക് വരാം.